വളരെ സ്പെസിഫിക് ആയി ചൂണ്ടിക്കാണിച്ച വിഷയം പ്രഗ്യാ സിംഗിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ഇങ്ങനെ ചുമ്മാ വളഞ്ഞു പോവാതെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഒരു നിലപാട് പറയും. എൻ്റെ സുഹൃത്തെ, ഈ റഹീം ഈ പത്രവും ടി വി ഒന്നും വായിക്കുന്നില്ലേ? അദ്ദേഹം ഒരു ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അത്യാവശ്യം ഹോംവർക്ക് ചെയ്തിട്ട് വേണ്ട വരാൻ. അത് ശരിയാ, അത് ശരി. 4 പ്രാവശ്യം ഉച്ച തൊട്ട് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന്റെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിലെ ഡൽഹി ഓഫീസിൽ വളരെ കൃത്യമായിട്ട് ഇതിന് BJP ബന്ധമില്ലെന്ന് BJP അതിനെ തള്ളിക്കളഞ്ഞു. നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് സാർ പറയുന്ന മലയാളമാണ്, അത് കേൾക്കുക. നിങ്ങൾ പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? പാർട്ടിക്ക് അതിനകത്ത് ഒരു ബന്ധമില്ലെന്നും പാർട്ടി അതിനെ പരിപൂർണമായും തള്ളിക്കളഞ്ഞെന്നും പാർട്ടി അവരുടെ കയ്യിൽ നിന്ന് ആ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന്റെ കയ്യിൽ നിന്ന് എക്സ്പ്ലനേഷൻ ചോദിക്കാൻ കടലാസും കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ എത്രയോ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ഇതാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അത് പുറത്താക്കണം വേണ്ടത് ഞങ്ങൾ ആലോചിച്ചു. അപ്പൊ അതവിടെ കിടക്കട്ടെ. നിങ്ങൾ പറഞ്ഞനുസരിച്ച് നാളെ പോയി പുറത്താക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പുറത്ത് എന്തൊരു ജനാധിപത്യ മര്യാദയാ CPM-ന്. ജനാധിപത്യ മര്യാദ, ഭരണഘടനാ മര്യാദ. ഈ ഭരണഘടന എന്ന് പറഞ്ഞാലും ജനാധിപത്യം ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ജനാധിപത്യം ഇല്ല. ജനാധിപത്യം നിങ്ങളുടെ പാർട്ടിയിലുണ്ടോ? ഭരണഘടനയെ കുറിച്ച് ഭയങ്കര നിങ്ങളുടെ അനിയൻ രഘുവിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതോ കൂടിയ ഇനമാണ്, ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ ശ്രീ ഗോപാൽ ഞാൻ വളരെ കൃത്യമായിട്ട് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന്റെ കാര്യം പറഞ്ഞു. രണ്ടാമത് ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ, മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം റഹീമേ? കഴിഞ്ഞിട്ടില്ല. റഹീം എന്ന് പറയുന്നവരുടെ പാർട്ടി തകർത്തവരാണ്, മഹാത്മാഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ്. ഇന്ത്യയെ മാന്തി പുണ്ണാക്കി എന്ന് പറഞ്ഞ ആളുകളാണ്. മഹാത്മാഗാന്ധിയെ ഒരു പ്രാവശ്യം പോലും അംഗീകരിക്കാത്തവരാണ്. മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധിയെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മഹാത്മാഗാന്ധിയെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് മഹാത്മാഗാന്ധിയെ കൊന്ന ആരാണ്? ഇല്ല, വിഷയത്തിലേക്ക് പോകുന്നതല്ല. മഹാത്മാഗാന്ധിയെ കൊന്നതാരാണ് എന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. മഹാത്മാഗാന്ധിയെ കൊന്നതാരാണ് എന്ന് നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് ശ്രീ വി ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അഭിലാഷം കേസിൽ നടക്കും. രാഹുൽ ഗാന്ധി കേസുമായി നടക്കുന്നത് അതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി കേസുമായി നടന്നോട്ടെ, മഹാത്മാഗാന്ധിയെ കൊന്നതാരാണ് എന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ദൗർബല്യം. അതാണ് ഒരു പ്രശ്നം. പുതിയ സാധനം ഇത് കൊല്ലം കുറെ പഴമ്പിച്ചതാ. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചോട്ടാ. നിങ്ങൾ ചെയ്ത കാര്യമാണല്ലോ. അതായിക്കോട്ടെ, ശരി, അത് സംബന്ധിച്ചാൽ കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ശരിയാണ്. ശരി ശരി നിങ്ങൾ വെറുതെ ഇരുന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്യോ? അതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. നമ്മൾ അതിൽ തർക്കിക്കേണ്ട കാര്യമുണ്ടോ? അതിൽ തർക്കം ഒഴിവാക്കുന്നതാണ് ഏറ്റവും കുറഞ്ഞത് താങ്കളുടെ മൂവ്മെന്റിന്, പ്രസ്ഥാനത്തിനെങ്കിലും നല്ലത്. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്ന് മാത്രമല്ല കേൾക്കുന്ന ആളുകൾക്കുള്ള ബോറടി ഒഴിവാക്കണമല്ലോ.